അപ്പോൾ ഒരു തെളിവിൻ്റെ തരിമ്പ് പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിനെ കോടതിക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കോടതിക്ക് ജാമ്യം കൊടുത്താൽ മതി. ഇന്നാളുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ച് ജാമ്യം കൊടുക്കണമെന്ന് കോടതി കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാമ്യമായി. പക്ഷേ കോടതി റെഫർ ചെയ്തു, അവിടെ റെഫറൻസ് വന്നു, ജുഡീഷ്യൽ റെഫറൻസ് വന്നു. തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് ഇദ്ദേഹത്തെ 41 ദിവസം ജയിലിലിട്ടതെന്ന്. അപ്പോൾ അദ്ദേഹം കുറ്റവാളിയാണല്ലോ, നമ്മളിപ്പോഴും പറയുന്നില്ല. അന്വേഷണം മുന്നോട്ട് പോട്ടെ. കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചവർ ശിക്ഷിക്കപ്പെടണം. അതാണല്ലോ നമുക്ക് പറയാനുള്ളത്. കാരണം സത്യവും ധർമ്മവും മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 10,000-കണക്കിന് പേര് ഒന്നിച്ച് ചാടി വന്ന്, പലരും ഫേക്ക് ഐഡികളുമാണ്, പലരും ശരിക്കുള്ള സത്യസന്ധമായ ഐഡിയാണ്. ഇയാൾ കുറ്റവാളിയാണെന്ന് ഉറപ്പിച്ചു. ശരി, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിയമവ്യവസ്ഥ അനുസരിച്ച് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അവർ മതം മാറ്റത്തിന് പരിശ്രമിച്ചിട്ടില്ല, അവർ ആരെയും മതം മാറ്റാൻ പരിശ്രമിച്ചിട്ടില്ല. ഒന്നായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളാണ്. ഇതേപോലെ 10,000-കണക്കിന് പേരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇതേ മാധ്യമങ്ങളിലൂടെ വന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ രാഷ്ട്രീയക്കാർ മത്സരിക്കുകയായിരുന്നു. ഇവിടുത്തെ കോൺഗ്രസ് ആയാലും ഇവിടുത്തെ BJP ആയാലും ഇവിടുത്തെ CPM ആയാലും മത്സരിക്കുകയായിരുന്നു. എല്ലാ പാർട്ടിക്കാരും അവർ മതം മാറ്റത്തിന് എങ്ങനെയാണ് നമുക്കറിയുന്നത്? ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, ഒരു സ്റ്റേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്താൽ നിയമം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ആ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അവർ കുറ്റവാളികളാണോ ശിക്ഷിക്കപ്പെടണം, അല്ലേ അവർ മോചിപ്പിക്കപ്പെടണം. അപ്പോൾ ഈ ഒരു നിലപാടെടുക്കേണ്ടുന്നതായ സ്ഥിതിയിൽ നിന്ന് മാറി മുൻ ധാരണകളും മുൻ നിശ്ചയങ്ങളും വെച്ച് അതിനെ സമർത്ഥിക്കാൻ വേണ്ടി ഒന്നിച്ചു കൊത്തുകൂടുന്ന ഒരു മാസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു കലക്റ്റീവ് മൈൻഡ് ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് കാണുന്നത്. ഇതിൽ നിന്ന് വാസ്തവത്തിൽ ഇന്ന് പത്രങ്ങളോ മറ്റ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളോ പോലും മുക്തമല്ല എന്നാണ് തോന്നുന്നത്. അത് മാധ്യമ വിധർമ്മമാണ്, അത് മാധ്യമധർമ്മമാണെന്ന് നമുക്ക്. പക്ഷേ അത് മാധ്യമങ്ങളുടെ വിധർമ്മം എന്നതിനേക്കാളും വലിയൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫലമായിട്ടുണ്ടായതല്ലേ അത്? തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല. തീർച്ചയായിട്ടും 100%. അതാണ് പറയുന്നത്. നമുക്ക് സത്യം അറിയിക്കപ്പെടണം, സത്യം പുലരണം എന്ന കാഴ്ചപ്പാട്, സർവോപരി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡവും ഭദ്രതയോടൊത്തതുമായ വികാസം, ഇതൊക്കെയാണ് നമ്മൾ മുൻനിർത്തേണ്ടത്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മാധ്യമങ്ങൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത്. കാരണം ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും തുല്യമായൊരു സ്ഥാനം, ഒരുപക്ഷെ അതിലുപരി സ്ഥാനം മാധ്യമത്തിനുണ്ട്. കാരണം ലെജിസ്ലേച്ചർ ആയാലും ഇനി ജുഡീഷ്യറി ആയാലും മാധ്യമത്താൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ദിശാബോധം നൽകേണ്ടത് വാസ്തവത്തിൽ മാധ്യമങ്ങളാണ്.